ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPLന്റെ മിനി ഓപ്ഷൻ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കിയ ഒരു താരമുണ്ടായിരുന്നു, മറ്റാരുമല്ല മദീഷ പതിരാന. നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച ഇദ്ദേഹത്തെ CSK റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കൊൽക്കത്തയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 18 കോടി രൂപയാണ് പതിരാനയ്ക്ക് വേണ്ടി കൊൽക്കത്ത ചിലവഴിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് വേണ്ടി ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ CSKയുടെ ഭാഗത്ത് നിന്ന് ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ കൊൽക്കത്തയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസും LSGയും പതിരാനയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് KKR രംഗപ്രവേശനം ചെയ്തു. അങ്ങനെയാണ് 18 കോടി രൂപ നൽകിക്കൊണ്ട് ഈ ഒരു ഫാസ്റ്റ് ബൗളറെ ഇപ്പോൾ KKR സ്വന്തമാക്കിയിട്ടുള്ളത്. നേരത്തെ കാമറൂൺ ഗ്രീനിനെ അവർ സ്വന്തമാക്കിയിരുന്നു. അതിനു പുറമെയാണ് 18 കോടി രൂപ നൽകിക്കൊണ്ട് പതിരാനയെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. RCB മറ്റൊരു മികച്ച താരത്തെ എത്തിച്ചിട്ടുണ്ട്. മറ്റാരുമല്ല, ജേക്കബ് ഡഫിയാണ് ആ ഒരു താരം. നിലവിൽ ബൗളർമാരുടെ T20 റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തുള്ള താരമാണ് ജേക്കബ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ RCB സ്വന്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഹേസൽവുഡിന് മികച്ച ഒരു ബാക്കപ്പ് ആവശ്യമാണ് എന്ന വിലയിരുത്തലുകൾ വന്നിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ജേക്കബ് ഡഫിയെ ഇപ്പോൾ RCB കൊണ്ടുവന്നിട്ടുള്ളത്. മികച്ച ഒരു താരത്തെ തന്നെയാണ് RCB ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും KKR ഇപ്പോൾ 2 മികച്ച വാങ്ങലുകളാണ് ഈ ഓപ്ഷനിൽ നടത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.